ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഈ പള്ളിയിൽ പിന്നെ മലപ്പുറത്തുള്ള കേട്ടാ സുബൈക്ക് തുടങ്ങി പിന്നെ മഗ്രിബ് വരെ ഖുർആൻ ഫുള്ള്, അതായത് ഹാഫിളുമാരുടെ ഒരു പ്രോഗ്രാം കേട്ടോ. ഇവിടെ ഒരു കുട്ടി രാവിലെ തുടങ്ങിയാണ് ഖുർആനോത്ത്, ഖുർആൻ റെസിറ്റേഷൻ. സുബൈക്ക് തുടങ്ങിയിട്ട് മഗ്രിബ് വരെ എൻ്റെ ഖുർആൻ റെസൈറ്റ് ചെയ്യും, ഫുള്ള് ഖത്തം തീർക്കും. സംഭവം തന്നെയല്ലേ? അപ്പോൾ നോക്കട്ടെ, അതൊന്നും കാണിക്കണമല്ലോ, രസം തന്നെയാണ്. ഇവിടെയാണ് സംഭവം. നിങ്ങളെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ഹാഫിൽ മുഹമ്മദ് മിസ്ബാഹ്. എന്താണ് ഇവിടെ നടക്കണമെന്ന് എൻ്റെ പ്രേക്ഷകർക്കൊന്ന് പറയാം. മഅദിൻ അക്കാദമിയുടെ കീഴിലുള്ള മഅദിൻ ഹിഫ്ളുൽ ദഅവ മാസങ്ങളായി നടത്തി വരുന്ന മജ്ലിസു ഹലാവത്ത് തിലാവ എന്നുള്ള ഒരു പരിപാടിയാണ്. ഈ ഹലാവത്ത് തിലാവ എന്ന് പറയുമ്പോൾ സുബഹി മുതൽ മഗ്രിബ് വരെ ഖുർആൻ മനപ്പാടമാക്കിയ ഒരു ഹാഫിൽ ഉസ്താദുമാരുടെയും രക്ഷിതാക്കളെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഖുർആൻ മനപ്പാടം ഫാത്തിഹ മുതൽ എൻ്റെയർ ഖുർആൻ ഫാത്തിഹ മുതൽ നാസ് വരെ ഓതുന്ന ഒരു പരിപാടിയാണ്. പിന്നെ പരിപാടിയുടെ അവസാനത്തിൽ രക്ഷിതാക്കളുടെ ഉസ്താദുമാരെയൊക്കെ മുന്നിൽ ഓതുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അവസാനത്തിൽ ഈ ഉമ്മയെയും ഉപ്പയെയും ഈ ഓതുന്ന കുട്ടിയുടെ ഉമ്മയും ഉപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. അവരുടെ മുന്നിൽ നമ്മൾ ഓതുന്ന ഒരു പ്രൗഡ് മൊമെന്റിനോടൊപ്പം തന്നെ അവരുടെ ഉമ്മയെയും ഉപ്പയെയും ആ ഓതിയ കുട്ടിയെയും ആദരിക്കുന്ന ഒരു മഹത്തായ ഒരു പരിപാടിയാണ്. വലിയൊരു വളരെ നടത്തുന്നത് മഅദിന്റെ കീഴിലുള്ള മഅദിൻ ഹിഫ്ളുൽ ദഅവ. സന്തോഷം. സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി അപ്പോൾ ഇതിപ്പോൾ 9th എഡിഷനാണ്, 9ാമത്തെ എഡിഷനാണ്. അത് 9ാമത്തെ ആളാണ്. ഇനിയും ഒരുപാട് പേര് ഓതാനുണ്ട്. പേരെന്താ? ഹാഫിൽ സുഫിയാൻ. പിന്നെ ബ്രേക്ക് ലുഹറിലുള്ള നിസ്കാരത്തിനുള്ള ഒരു നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള ഒരു ബ്രേക്ക്, അസറിലൊരു ചായ കുടിക്കാനും നിസ്കരിക്കാനുള്ള ബ്രേക്ക്, ഇത് മാത്രം അത്രേ ഉള്ളൂ ബ്രേക്ക്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരു സുബഹി മുതൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ തുടങ്ങിയിട്ട് മഗ്രിബി ആകുമ്പോൾ കുട്ടികൾക്ക് എന്ത് ഗുണം കിട്ടുന്നത്? ഓഫ് കോഴ്സ് ഒബ്വിയസ്ലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് സാധാരണ ഹാഫിലിനെ സംബന്ധിച്ച് ഹാഫിൽ തന്നെയാണ്. ഇംഗ്ലീഷിൽ അല്ല, ചെറുതായിട്ട് എക്സ്പെർട്ട് മാത്രമല്ല. അപ്പോൾ നമ്മളിത് അവസാനത് ഓതുമ്പോൾ ഇപ്പോൾ സാധാരണ ഹാഫിലിനെക്കാട്ടിലും നമ്മൾ ഇത് ഒരു പ്രാവശ്യം ഓതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏത് ഉറക്കത്തിലും നമ്മളോട് ഉറക്കം നീച്ച് ഏത് ഖുർആൻ്റെ ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ പറ്റുന്ന രൂപത്തിൽ ഒരു വിദ്യാർത്ഥിയെ ആക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ നമ്മുടെ എല്ലാ മാസവും നമ്മുടെ ഈ ഹാഫിലായ കുട്ടികൾ റമളാനിൽ ഇൻറ്റേൺഷിപ്പിനൊക്കെ ഓരോ മാസം തറാവീഹിൽ മുഴുവൻ ഖത്തം തീർക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിന് പുറമെ നമുക്ക് ഒരുപാട് കുട്ടികളുണ്ട്. അതിൽ ഒറ്റ തറാവീഹിൽ റമളാനിൽ 20 റക്കത്താണ് തറാവീഹ് പ്ലസ് 11 റക്കഅത്ത് വിത്തർ. അങ്ങനെ ഒറ്റ ദിവസം ഈ 30 ജുസ് ഒരു റക്കഅത്തിൽ ഒരു ജുസ് വെച്ചിട്ട് 30 റക്കഅത്തിൽ ഒറ്റ തറാവീഹിൽ, അതായത് ഒരു നൈറ്റിൽ സുബഹി വരെ മുഴുവനും ഖത്തം കാണാതെ നിസ്കാരത്തിൽ വെച്ച് ഓതുന്ന അത് കാണണല്ലോ. ഓ, ഇതൊരു ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാറാണ് അല്ലേ സാറേ? ഇതൊരു സൂപ്പർ സ്റ്റാറാണ്. അതായത് ഒരൊറ്റ കഴിഞ്ഞ നോമ്പിന് ഒരു പിന്നെ ഏതില് തറാവി കൊണ്ട് ഫുൾ റിസൈറ്റ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. നിങ്ങളെ സ്ഥാപനങ്ങളുണ്ട് ഉഷാറല്ലേ? ഓക്കെ, ഇങ്ങനത്തെ പ്രതിഭകളാണ് നമ്മുടെ അടുത്തുള്ളത്. എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ? 128 ആൾ. പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. പുതിയ അഡ്മിഷന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പാരന്റ്സിനോട് സംസാരിക്കാം. ഇത് ഇന്ന് ഓതുന്ന കുട്ടിയുടെ പാരന്റ് ആണല്ലേ? ഉസ്താദിന്റെ പേരെന്താ? ഞാൻ GM സുലൈമാൻ ഹനീഫി എന്ന് പറയും. ഓക്കെ, ഹാഫിളാണ്. അൽഹംദുലില്ലാ. കുട്ടിയുടെ പേര് സുഫിയാൻ. എന്താ സ്ഥിതി? മുഹമ്മദ് സുഫിയാനാണ്. അൽഹംദുലില്ലാ. ഇന്ന് കേട്ടപ്പോൾ എന്ത് തോന്നുന്നു? പറയാനില്ല, അതിലെ വാക്കുകളില്ല പറയാൻ. എൻ്റെ നാട് സ്വദേശം കർണാടകയാണ്. ആക്ച്വലി ഞാൻ കർണാടകത്തിൽ നിന്നാണ് വന്നത്. മലയാളം എങ്ങനെ അറിയാം? മലയാളം വെച്ചാൽ ഞാൻ പഠിച്ചതൊക്കെ കേരളത്തിലാണ്. ഷെയ്ഖന മയ്യൂസിൻ്റെ മർമുൽ ഉസ്താദിൻ്റെ അടുത്തും ഷെയ്ഖന PA ഉസ്താദ് തിരുവട്ടൂർ ബഹുമാനപ്പെട്ടവരുടെ അടുക്കലാണ്. കാര്യം കുറേ ഉസ്താദന്മാരുണ്ട്. അൽഹംദുലില്ലാ. ഇങ്ങനെ ഒരു പ്രാക്ടീസ് കുട്ടികൾക്ക് നല്ലതാണ്. അത് പറയാനില്ല, അത് ഇവരെ മുറാജ ചെയ്യാനും അവരെ ഹിഫ്ള് നിലനിർത്താനും. കുട്ടി പറഞ്ഞതുപോലെ ഏത് സമയത്തും ചോദിച്ചാൽ കിട്ടുന്ന രൂപത്തിലാണ്. ഈ ഖുർആൻ എന്നുള്ളത് മനപ്പാടമാക്കി കഴിഞ്ഞാൽ മറക്കാൻ പാടില്ലാത്തതാണ്. എന്ത് തോന്നുന്നു അല്ലേ? ഒരു ദിവസം കൊണ്ട് സന്തോഷല്ലേ? ഉസ്താദിന്റെ പേര് പറയും. എൻ്റെ പേര് അബ്ദുള്ള മാനി. എന്ത് തോന്നുന്നു? അൽഹംദുലില്ലാ, സന്തോഷം. ഇവിടെ നമ്മുടെ മഅദിൻ നിന്ന് തന്നെ ഹിഫ്ള് പഠിച്ച വിദ്യാർത്ഥികളാണ് ഇവിടെ കൂടുതൽ.
പിന്നെ 10ാം ക്ലാസ്സിൻ്റെ ശേഷം പുറത്തു നിന്നും വിദ്യാർത്ഥികളെ ജാമിയത്തുൽ ഹിന്ദ് വഴി നമ്മളെ പുതിയ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ നിസ്കാരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ മഗ്രിബ് മുതൽ സുബൈ വരെയുള്ള പരിപാടിയിൽ 5-6 കുട്ടികൾ തീർന്നു. ഇവിടെ ഇത് സുബൈ മുതൽ വൈകുന്നേരം വരെ ഈ രക്ഷിതാക്കളുടെ മുമ്പിൽ ഓതുന്ന സംഗതി അൽഹംദുലില്ലാ 9 ആൾ കഴിഞ്ഞു, 24 ആൾ ഏകദേശം പോലെ കണക്ക്. ഇനി അടുത്തിങ്ങനെ ഒരു വരുന്നുണ്ട് കുട്ടികൾ മോട്ടിവേറ്റ് ആയിട്ട് രക്ഷിതാക്കളടക്കം സമ്മർദ്ദം കൊണ്ടും കൂടെ അൽഹംദുലില്ലാ വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം വിഷൻ പ്രത്യേകമായി ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത് കുട്ടികളെ പ്രചോദിപ്പിക്കുക എന്നത് നമ്മളെ ഷെയ്ഖുന ബദർ സാദാത്ത് തങ്ങൾ ഉസ്താദിൻ്റെ ഒരു നമുക്ക് കിട്ടുക എന്നൊരു തിയറിയാണ്. അതിലാണ് നമ്മളെ അൽഹംദുലില്ലാ പോകുന്നു. ഓക്കെ, സന്തോഷത്തിൽ എനിക്കും നിങ്ങളൊക്കെ കാണാൻ പറ്റിയ എല്ലാവരും ഇവരെ ഓതി കഴിഞ്ഞ വിദ്യാർത്ഥി. ഓക്കെ, നിങ്ങൾ ഓതി കഴിഞ്ഞു അല്ലേ? നിങ്ങൾ ഓതി അൽഹംദുലില്ലാ, നിങ്ങൾ ഓതി. മാഷാ അല്ലാഹ്, ഒക്കെ കാണാൻ സാധിച്ചു. എല്ലാ നമുക്ക് പുസ്തകങ്ങൾ പെട്ടെന്നാൽ ഇതിങ്ങനെ ഉസ്താദ് വേറെ ഉണ്ടാവില്ലേ? ഇത് ഉസ്താദ് ഇടയിൽ ഇടപെട്ടോട്ടെ. ഉസ്താദിൻ്റെ പേരെന്തായിരുന്നു? ആണല്ലേ. കുട്ടികൾ നന്നായിട്ട് ഓതുന്നുണ്ട് അല്ലേ? തെറ്റില്ലാണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ തിരുത്തി കൊടുക്കും. സന്തോഷം കേട്ടാ, കാണാൻ പറ്റിയ സന്തോഷം. എല്ലാവരും അലുമിനിയാണല്ലേ? ഉസ്താദ് ആയിക്കോട്ടെ, നടക്കട്ടെ.